അടക്കം ഉണർച്ച, വിനയം, സംസാരം, അതോടൊപ്പം ഭക്ഷണക്രമങ്ങൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനപ്പുറം ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ലോകത്ത് എത്രയാ! ആ ഹദീസുകൾക്ക് വിശദീകരണം എഴുതിയ ഗ്രന്ഥങ്ങൾ അതിനേക്കാൾ ലോകത്തിന് സുലഭവും ലഭ്യവുമാണ്. മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലും ഏതേത് ഭാഷകളിൽ വേണോ അതിലൊക്കെ അത് വിവർത്തനം ചെയ്യപ്പെടുകയും കൂടുതൽ സൗകര്യപ്രദമായി പണ്ടത്തെ ആളുകൾ ദീർഘദൂരം കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ടായിരുന്നു അവരത് നേടിയിരുന്നത് എങ്കിൽ ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ മുഴുവനും ആ ഭാഗങ്ങൾ മുഴുവനും നമുക്ക് പഠിക്കാം. അപ്പൊ അത്രമാത്രം സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഇന്നുണ്ട്. എന്നാലോ ആ വിഷയത്തിൽ നമ്മൾ താല്പര്യം കാണിക്കുക. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്ത് പിൻപറ്റിയ 1-2 മാതൃകകൾ മാത്രം പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിഅസ്ഹാബി, അനുയായികളുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്നു. ഇത് ഖലഅന അലൈഹി, അവിടുന്ന് 2 ചെരുപ്പുകൾ അഴിച്ചു വെച്ചു. ഫവലഹുമാ യസാരി, അത് അവിടുത്തെ ഇടതു ഭാഗത്തായി കൊണ്ട് വെക്കുകയും ചെയ്തു. ഫലമ്മാ റഅ ദാലികൽ ഖൗം, ജനങ്ങളും അത് കണ്ടപ്പോൾ ഉടനെ അഴിച്ചു വെക്കുകയാണ്. അൽ ഖൗനി ആലഹും, അവരും ചെരുപ്പഴിച്ച് അതുപോലെ വെച്ചു. ഫലമ്മാ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുഹു ഖാൽ, നമസ്കാരം കഴിഞ്ഞുകൊണ്ട് റസൂൽ ചോദിക്കുകയാണ്, മാ ഹമലകും അലാ ഇൽഖാഇകും നിആലകും, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെരുപ്പഴിച്ചു വെച്ചത്? അവർ പറഞ്ഞു, റഅയ്നാക അൽഖൈതന അലൈക ഫൽഖൈനാ നിആലന, നിങ്ങൾ ചെരുപ്പടിക്കുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ചെരുപ്പഴിച്ചു. റസൂൽ എന്ത് ചെയ്യുന്നോ അത് അതുപോലെ ചെയ്യുകയും പഠിക്കുകയും പിൻപറ്റുകയും സ്വീകരിക്കുകയും വീട്ടിൽ പോയിട്ട് കുട്ടികളോടും ഭാര്യയോടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നവരായിരുന്നു അവർ. റസൂൽ പറഞ്ഞു, ഞാൻ ചെരുപ്പഴിച്ചു വെക്കാനുള്ള കാരണം അതിലല്പം നജസുണ്ടായിരുന്നു, മാലിന്യമുണ്ടായി, അതുകൊണ്ട് ഞാൻ അഴിച്ചു വെച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, ഒരു സ്ത്രീ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് സ്വർണത്തിന്റെ, റസൂലുള്ള ഒരിക്കൽ ഇരിക്കുന്ന സദസ്സിലേക്ക് സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളൊക്കെ അറിയാം. അവിടുന്ന് ഒരു മോതിരം ധരിച്ചപ്പോൾ സഹാബികൾ മുഴുവനും മോതിരം ഉണ്ടാക്കുകയാണ്. റസൂൽ അത് ഊരി വലിച്ചെറിഞ്ഞു. സഹാബത്ത് മുഴുവൻ അത് ഊരി വലിച്ചെറിഞ്ഞ സംഭവങ്ങൾ. റസൂലിന്റെ അരികിലേക്ക് ഒരു സഹോദരി സ്വർണവുമായി വന്ന്, ആ മകൾക്കുള്ള സ്വർണവുമായി വന്നപ്പോൾ റസൂൽ അതിനേക്കാൾ നല്ലത് പരലോകമല്ലേ എന്ന് പറഞ്ഞപ്പോ അവരത് ഉപേക്ഷിച്ച സംഭവങ്ങൾ. സ്വർണം ഊരി വലിച്ചതിന സ്വഹാബിയോട് വേറൊരാൾ ചോദിക്കുകയാണ്, അത് ഇനി എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള വലിച്ചെറിഞ്ഞ കാര്യം ഇനി എനിക്കത് വേണ്ട എന്ന് പോലും പറയുന്ന ആളുകൾ. അപ്പൊ അവരുടെ ജീവിതത്തില് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്ത് കണ്ടാൽ ആ വുളൂവിന്റെ വെള്ളം പോലും നിലത്തേക്ക് വീഴാൻ സമ്മതിക്കാത്ത സഹാബികളായിരുന്നു. വഇദാ തവല്ലഅ, അവിടുന്ന് വുളൂ ചെയ്താൽ കാദൂ യഖ്തതിലൂന അലാ വുളൂഹി, ആ വുളൂവിന്റെ വെള്ളത്തിന് വേണ്ടി പോലും മത്സരിക്കുന്ന സഹാബികളായിരുന്നു അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളും അതുപോലെ കിട്ടാനും അതിനോട് പ്രത്യേക സ്നേഹവും ഇഷ്ടവും അവർ കാത്തു സൂക്ഷിച്ചിരുന്നതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാന വല്ലാഹി യുബ്ബിലീനാ മൻ അംവാലിനാ വഔലാദിനാ വഅബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അൽ-ലമഅ. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് എന്തിനേക്കാളും അല്ലാഹുവിന്റെ റസൂലാണ്, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ദാഹജലത്തെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും അല്ലാഹുവിന്റെ റസൂൽ. അത്രക്ക് താല്പര്യമായിക്കൊണ്ടാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് അത് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റെന്തിനേക്കാളും ഏറെ അവർ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയും അതിലൂടെ അവർ ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം നമ്മൾ പിൻപറ്റാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണവിശേഷങ്ങളും സ്വഭാവങ്ങളും അത് പഠിക്കാനും താല്പര്യപ്പെടുക. അതിലൂടെ നമ്മുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലും മാറ്റങ്ങൾ ധാരാളമായി കടന്നു വരും. വിശ്വാസികളായ ആളുകൾ പ്രധാനമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസുകൾ മാത്രം വായിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, പിന്നീട് സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. സ്വഭാവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്ത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹിയെ പരസ്യമായി ഒരാൾ ചീത്ത വിളിക്കുകയാണ്, റസൂലുള്ളാഹി പ്രതികരിക്കുന്നില്ല. അയാൾ തിരിച്ചു പോകവേ കൂടെയുള്ളവർ ചോദിക്കുകയാണ്, എന്തേ റസൂലെ നിങ്ങൾ ഒന്നും തിരിച്ചു പറയാതിരുന്നത്?
അയാളുടെ അതേ പ്രകൃതമല്ലല്ലോ എനിക്ക് എന്നാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സവിധത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്ന് പരസ്യമായി ചീത്ത വിളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. അയാൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവസാന നിമിഷത്തിൽ പ്രതികരിച്ചു പോയി. റസൂലുള്ളാഹി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എന്തേ റസൂലേ നിങ്ങൾ എഴുന്നേറ്റത് എന്ന് ചോദിക്കുമ്പോൾ, ഇത്ര നേരം മലക്കുകൾ ഇവിടെ സന്നിഹിതരായിരുന്നു, നിങ്ങൾ തിരിച്ച് മറുപടി പറഞ്ഞപ്പോൾ പിന്നെ ആ സ്ഥാനത്ത് പിശാചും കൂട്ടാളികളുമാണ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയത് എന്നാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ വെച്ച് ഏറ്റവും ലളിതമായ ജീവിതവും ഉണക്ക റൊട്ടിയും കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന നാളുകളിൽ പോലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, കാന ബശറൻ മിനൽ ബശർ, സാധാരണക്കാരിൽ സാധാരണ മനുഷ്യനായിരുന്നു. ഇതൊക്കെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും റസൂലിനെ സാധാരണക്കാരനാക്കി എന്നതാണ്. അതല്ല